ಮಿಕ್ಸ್ ಝೋನ್ ವಿಭಾಗದ ಹಿಕಾಯ ರೀಡಿಂಗ್. ಫಸ್ಟ್ ಪೇ ಚೆಸ್ ಸಭಾ 505 Muhammad Mubin Baghdad team. Second base goes to Chess Sabha 203 Muhammad Faiz Baghdad team. Third base goes to Chess Sabha 509 Muhammad Samshir Samarkand team. ವಿಜಯಿಗಳಿಗೆ ಅಭಿನಂದನೆಗಳು. ಈಗಾಗಲೇ ಈ ದಿನದ 3ನೆಯ ಸ್ಪರ್ಧೆ ಆರಂಭವಾಗ್ತಾ ಇದೆ. ಹೈ ಝೋನ್ ವಿಭಾಗದ ಮಲಯಾಳಂ ಭಾಷಣ ಸ್ಪರ್ಧೆ ಆರಂಭಗೊಳ್ಳಲಿಕ್ಕಿದೆ. ಮೀರ ತಂಗಾಳಿಯಿಂದ ವೃಕ್ಷದೆಳೆಗಳ ಅಲುಗಾಡುವ ವೈಭವ ದೃಶ್ಯದ ಎಡೆ ಮನಸ್ಫೂರ್ತಿಗೆ ಮತ್ತೊಮ್ಮೆ ಮುದಡಿಡುವ ಮಾನಸ ಸರೋವರದಲ್ಲಿ ಮಹನೀಯ ಮಾಣಿಕ್ಯ ಪ್ರವಾದಿ ಪೈಗಂಬರ್ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರವರನ್ನ ಮನದಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮಗದೊಮ್ಮೆ ನೆನೆದುಕೊಳ್ಳುತ್ತಾ ಅಲ್ ಮುಬಾರಸ 2026 ಈ ಕಾರ್ಯಕ್ರಮದ ಈ ದಿನದ 3ನೇ ಸ್ಪರ್ಧೆ ಆರಂಭ ಆಗ್ತಾ ಇದೆ. ಹೈ ಝೋನ್ ವಿಭಾಗದ ಮಲಯಾಳಂ ಸ್ಪೀಚ್ ಜಡ್ಜಿ ತೀರ್ಪುಗಾರರು ಸಜ್ಜಾಗಿ ನಿಂತಿದ್ದಾರೆ. ಈಗಾಗಲೇ ಆರಂಭ ಆಗ್ತಾ ಇದೆ ಹೈ ಝೋನ್ ವಿಭಾಗದ ಮಲಯಾಳಂ ಸ್ಪೀಚ್. ಕಾರ್ಡ್ ಲೆಟರ್ ಎ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദവറുകളെ, ഉസ്താദന്മാരെ, വിധികർത്താക്കളെ, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആധുനിക യുദ്ധങ്ങളെയും അതേപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധനിയമങ്ങളെ കുറിച്ച് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ആധുനിക യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. മിസൈലുകളും ഡ്രോണുകളും അതുപോലത്തെ സാമഗ്രികളെ കൊണ്ടും സ്ത്രീകളെയും കൊച്ചു പൈതങ്ങളെയും അതുപോലെ നിരപരാധികളെയും കൊല്ലപ്പെടുന്ന ഈ സന്ദർഭത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എന്താണ് പാലിച്ചിരുന്നത്, യുദ്ധത്തിന്റെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ്. പക്ഷേ ഇതിനെ മറ്റുള്ളവർ തിരുത്തിക്കൊണ്ട് ഇസ്ലാം ഇത് യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്ന മതമാണെന്നുകൊണ്ട് അവിടുന്ന് അപപ്രചാരം നടത്തിട്ടുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയെല്ലാം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഇറാനിലും അതുപോലെ പലസ്തീനിലും എത്ര കൊച്ചു പൈതങ്ങളാണ് അവിടെ നിന്ന് മരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിലൂടെ ഞങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യുദ്ധത്തിലേക്ക് തന്റെ സ്വഹാബികളെ അയക്കുമ്പോൾ, സൈനികന്മാരെ അയക്കുമ്പോൾ അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾ അവിടെ പോയി മക്കളെ കൊല്ലരുത്, അതുപോലെ സ്ത്രീകളെയും കൊല്ലരുത്,
മറ്റു മതക്കാരെ ആരാധനാലയങ്ങളെ നിങ്ങൾ തകർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് നേരെ മറിച്ച് എല്ലാവർക്കും മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു യുദ്ധമുണ്ടാക്കിയിരുന്നത്. അതുപോലെ ദീനിന്റെ രക്ഷണയ്ക്ക് വേണ്ടി മാത്രമാണ് യുദ്ധമാക്കുന്നത്. അതിൽ നിന്ന് മറ്റുള്ളവർക്ക് സുരക്ഷയായിരുന്നു. പക്ഷേ ഇന്ന് അത് മറിച്ച് അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെയും മക്കളെയും ക്രൂരമായി കൊല്ലുന്ന ഈ സന്ദർഭത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമങ്ങൾ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കട്ടടങ്ങളെ ഒന്നിനെയും നിങ്ങൾ തകർക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് നേരെ മറിച്ച് എത്ര ഉയർന്ന കട്ടടങ്ങളെയാണ്, ഹോസ്പിറ്റലുകളെയാണ്, സ്കൂളുകളെയാണ് തകർത്തിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ യുദ്ധം നടത്തിയിട്ടുള്ളത് അത് ശാന്തിക്കും സമാധാനക്കും വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തിൽ നടക്കുന്ന അത് എത്രയോ യുദ്ധം അത് ക്രൂരതയ്ക്ക് വേണ്ടിയാണ്. ആധുനിക കാലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അവരുടെ രാജകീയ ലാഭത്തിന് വേണ്ടിയും സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയും മാത്രമാണ്. അവർക്ക് സ്ത്രീകളും മക്കളെയാണ് അവർ ടാർഗറ്റ് വെച്ച് കൊല്ലുന്നത്. അതുപോലെ തന്നെ എത്രയെത്ര വയസ്സന്മാർ ക്രൂരമായി കൊല്ലുന്ന അത് എത്രയോ വാർത്തകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന ഈ സന്ദർഭത്തിൽ എവിടെന്നോ എത്രയോ ദൂരദേശങ്ങളിൽ ഞങ്ങൾ മറ്റു രാജ്യങ്ങളിൽ അത് എത്രയോ ആളുകൾ മരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? ഒരിക്കലും വേറെ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുതെ ആരെയും ആരോടും യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ അവരോട് ഒപ്പന്തം നടത്തും. അവിടെ നിന്ന് ആ ഒപ്പന്തം ശരിയായാൽ അവിടെ നിന്ന് യുദ്ധമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ പ്രേരിപ്പിക്കുന്ന മതമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തെ സ്നേഹിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിലേക്ക് ഞാൻ വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ನೆಕ್ಸ್ಟ್ ಲೆಟರ್ ಬಿ. ಪ್ರತಿಭೆಗಳ ಮಹಾಸಂಚಯದಿಂದ ನೋಡುಗರನ್ನ ಕುತೂಹಲದ ತುದಿಗಾಲಲ್ಲಿ ನಿಲ್ಲಿಸುತ್ತಾ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ. ಹೈಝೋನ್ ವಿಭಾಗದ ಮಲಯಾಳಂ ಸ್ಪೀಕ್ ಲೆಟರ್ ಬಿ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനവും ആദരകൂടിയ സയ്യിദുകൾ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാരുകൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയത് അൽ മുമാറസ ഹാർട്ട് ഫെസ്റ്റിലാണ്. അള്ളാഹു അതിനിക്ക് തൗഫീഖ് നൽകുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മതവിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആധുനിക കാലഘട്ടത്തിൽ നാം ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കാണ് എല്ലാവരും പ്രേരിപ്പിക്കുന്നത്. മതവിദ്യാഭ്യാസത്തിലേക്ക് ആളുകൾ വളരെ കുറവാണ്. MBBS-ഉം അതേപോലെ എഞ്ചിനീയറും പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കണം, ഈ കാലഘട്ടത്തിൽ നിന്ന് മക്കൾ പഠിക്കുമ്പോൾ അവർ പെണ്ണിൻ്റെയും അതേപോലെ കഞ്ചാവിൻ്റെയും അടികളാകുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഇരുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം, മതവിദ്യാഭ്യാസം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസമുള്ള ആള് ഒരിക്കലും പെണ്ണിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമയിലേക്ക് പെടൂല എന്നാണ് ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവനക്ക് ഹറാമാണ് ഹലാലാണ് ഏതെന്ന് കറക്റ്റ് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇസ്ലാം മതം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇൽമിലേക്ക് പഠിക്കാൻ ഒരാൾ വിട്ടാൽ അവൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവനക്ക് സ്വർഗമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മതവിദ്യാഭ്യാസ പഠിപ്പിലേക്ക് ഞാൻ അവരെ പഠിപ്പിക്കണം. കാരണം വെച്ചാൽ നാം ഒരു ദിവസം മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ 3 കാലമാണ് ഞങ്ങളുടെ
നമ്മുടെ മൂന്ന് കാര്യമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഒന്ന് നാഫിയായ ഇൽമും അതേപോലെ സ്വാലിഹത്തായ കുട്ടിയും അതേപോലെ അവൻ ചെയ്ത ഇബാദത്തുകളാണ്. ഇതുകൊണ്ട് ഞങ്ങൾ മതവിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി എല്ലാവരും പ്രേരിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ പെണ്ണിൻ്റെയും കഞ്ചാവിൻ്റെ അടിമകൾ ഇന്ന് ഞങ്ങളുടെ വാട്സപ്പ് തുടർന്ന് കാലഘട്ടത്തിൽ വരുന്ന വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ മതവിദ്യാഭ്യാസം പഠിക്കൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിലേക്ക് വിടണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Let us see. Jesus, please, Lord, let us see. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. بسم الله الرحمن الرحيم. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. وقال النبي صلى الله عليه وسلم إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتلة. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സുന്ദരവേദിയിൽ ആമുഖങ്ങൾക്കൊന്നും കടക്കാതെ ആധുനിക യുദ്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആധുനിക യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോടി വരുന്നത് കണക്കുകളാണ്, ഭീകര കണക്കുകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ യുദ്ധങ്ങളുടെ മരണക്കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 10 കോടിയിലധികം മരിച്ചു വീണ ശവങ്ങളാണ്. ഇതിൽ ഏറ്റവും ഭീകരമായ 2-ാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 6 മുതൽ 7 കോടി വരെ ജനങ്ങളാണ് മരിച്ചു വീണത്. ഇതിൻ്റെ 50% സ്ത്രീകളും കുട്ടികളും പാവങ്ങളടങ്ങുന്ന ജനങ്ങളാണ്. ആധുനിക ലോകത്തിന്റെ യുദ്ധങ്ങളെല്ലാം ധാരാളം യാതൊരു നിയമങ്ങളോ ഒന്നുമില്ലാതെ മനുഷ്യനെ സാമൂഹികമായി വംശഹത്യ ചെയ്യുകയാണ്. ഒരു ബോംബും മിസൈലും കൊണ്ട് ഒരു നാടിനെ തന്നെ ഒറ്റയടിക്ക് അതിൽ സ്ത്രീകളും കുട്ടികളും പാവങ്ങളും വൃദ്ധന്മാരുമെല്ലാം ഒന്നടക്കം നശിച്ചു പോകുന്ന രീതിയിലുള്ള വംശഹത്യകളാണ് നടക്കുന്നത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ ജീവിതകാലം മുഴുവനും നടന്ന യുദ്ധത്തെ പരിശോധിക്കുമ്പോൾ ഗസ്വത്തും സിറിയയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചു കൊടുത്ത് നടന്ന യുദ്ധങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ആകെ 1018 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. അതിൽ ശത്രുക്കളുണ്ട്, മുസ്ലിം സൈന്യത്തിൽ നിന്ന് മരിച്ചവരുമുണ്ട്. ഇത് നോക്കുമ്പോൾ ഒരിക്കലും ആധുനിക യുദ്ധത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധത്തെ തുലനം ചെയ്യുന്നത് തന്നെ ശരിയല്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിലും സാധാരണ ധാരാളം നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ
യുദ്ധത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അതിൽ പാലിക്കേണ്ട നീതിയെ നിങ്ങൾ പാലിക്കണം. അതിൽ സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കുട്ടികളെ കൊല്ലരുത്, വൃദ്ധന്മാരെ കൊല്ലരുത്, ആരാധനാലയങ്ങളെ നശിപ്പിക്കരുത്. ഇങ്ങനെ തുടങ്ങിയ നല്ല ഉത്തമമായ സന്ദേശങ്ങളോട് കൂടിയുള്ള യുദ്ധനീതികളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആധുനിക കാലത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ആധുനിക ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ തന്നെ ഇല്ലാതെയാക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധം, ഇസ്ലാം യുദ്ധത്തെ ആരാധിക്കുന്ന മതമല്ല, ഇസ്ലാം യുദ്ധത്തിലും നീതി പഠിപ്പിച്ച മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധങ്ങൾ മനുഷ്യന്മാരെ സംരക്ഷിച്ച യുദ്ധമായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രമാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിട. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ಇಲ್ಲಿಗೆ ಹೈಝೋನ್ ವಿಭಾಗದ ಮಲಯಾಳಂ ಸ್ಪೀಚ್ ಮುಕ್ತಾಯವಾಯಿತು.